വെൽക്കം ടു മൈൻഡ് കെയർ നഴ്സിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആതിര. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് മെൻ്റൽ ഹെൽത്ത് ടീം അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് പറയുന്നത്. നമുക്കറിയാം ഏതൊരു സെറ്റിങ്സിലും ടീം വർക്ക് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് അല്ലേ. ഒരു ടീം വർക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പേഷ്യൻ്റ് കെയറിൽ നോക്കുകയാണെങ്കിൽ പേഷ്യൻ്റെ ബെറ്റർ റിക്കവറിക്ക് വേണ്ടി നമുക്ക് എപ്പോഴും ഒരു ടീം വർക്ക് ആവശ്യമാണ്. ഹിയർ ഓൾസോ ടീം വർക്ക് ഇൻ മെൻ്റൽ ഹെൽത്ത് സെറ്റിങ്സ്. അപ്പോൾ ആ ഒരു ടീമാണ് മെൻ്റൽ ഹെൽത്ത് ടീം എന്ന് പറയുന്നത്. ആ മെൻ്റൽ ഹെൽത്ത് ടീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. ഹിയർ ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഫ്രം ദ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻ കൊളാബറേറ്റ് ആൻഡ് ദേ പ്രൊവൈഡ് സ്പെസിഫിക് കെയർ ടു ദ പേഷ്യൻറ്റ്. അപ്പം ആരൊക്കെയാണ് ഈ മെൻ്റൽ ഹെൽത്ത് ടീമിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ദർ ഷുഡ് ബി എ സൈക്യാട്രിസ്റ്റ് ആൻഡ് സൈക്യാട്രിക് നേഴ്സ് ആൻഡ് ദെൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, occupational therapist, dietitian, pharmacist, and then ECT technician, art therapist, musical therapist, and then recreational therapist, and then clergyman. And these are the members involved in the mental health team. So all together they provide specific care to the patient according to the need of the patient. Okay. ഇതാണ് ഒരു മെൻ്റൽ ഹെൽത്ത് ടീം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഒത്തിരി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒത്തിരി പല ഡിസിപ്ലിനകത്തുള്ള ആളുകൾ ഒന്നിച്ച് ചേർന്ന് പേഷ്യൻറ്റിന് ആവശ്യമായ സർവീസസ് അല്ലെങ്കിൽ സ്പെസിഫിക് സർവീസസ് കൊടുക്കണം. ഓക്കെ, ഇതാണൊരു മെൻ്റൽ ഹെൽത്ത് ടീം എന്ന് പറയുന്നത്. എല്ലാവർക്കും എന്താണ് മെൻ്റൽ ഹെൽത്ത് ടീം എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.